إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി നിലനിർത്തി ജീവിക്കണമേ എന്ന സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന അവസാന നിമിഷം അല്ലാഹു തൃപ്തിപ്പെട്ടവരായി തിരിച്ചു പോകുവാനും അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കുവാനും ആ മഹത്തായ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു അവന്റെ ഇഷ്ടജനങ്ങളിൽ നമ്മയും സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് 21 ലക്ഷം ജനങ്ങൾ അറഫയിൽ ഇന്നലെ സംഗമിച്ചു കഴിഞ്ഞു. ലോകത്തിൻ്റെ മുമ്പിൽ മഹാത്ഭുതമായ ഒരു സംഗമമാണ് അറഫ സംഗമം എന്ന് പറയുന്നത്. ഒരേ വസ്ത്രവും ഒരേ പ്രാർത്ഥനയും
ഒരൊറ്റ ആരാധ്യനിലേക്ക് മാത്രമാക്കി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്ന് സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങൾക്കും പരിഹാരം അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിച്ച് ഖേദിച്ചുകൊണ്ട് തന്റെ പ്രശ്നങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു തീർത്ത അത്ഭുതകരമായ ഒരു ദിവസത്തെയാണ് ഇന്നലെ ലോകത്തിന്റെ മുമ്പിൽ നാം കണ്ടത്. യാതൊരു തരത്തിലുള്ള വേർതിരിവുകളും കാണിക്കാതെ മനുഷ്യർ എല്ലാവരും സഹോദരങ്ങളാണ്. വിശ്വാസികൾക്ക് പ്രത്യേകമായിട്ട് തന്റെ സാഹോദര്യവും സഹവർത്തിത്വവും സഹിഷ്ണുതയും എല്ലാം ഒരുപോലെ ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു മഹാസംഗമ ഭൂമി. ലോകത്ത് അതിനും പകരം വയ്ക്കുവാനോ അതിനോടൊപ്പം കാണിക്കുവാനോ പറ്റുന്ന ഒന്നും ഇല്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായ യൗമുൽ അറഫയിൽ അതിൽ പങ്കുചേർന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്ത മുഴുവൻ വിശ്വാസികളുടെയും ദുആ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പരിപൂർണമായി അവരുടെ കർമ്മങ്ങൾ ബാക്കിയുള്ളതും സമാധാനത്തോടുകൂടി നിർവഹിച്ച് സംതൃപ്തിയോടുകൂടി അവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തുവാനുള്ള ആയുസ്സും ആരോഗ്യവും നൽകി അല്ലാഹു അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലെ 158-ാമത്തെ വചനമാണ് അമുഖമായി ഓതി കേൾപ്പിച്ചത്. ഇന്ന الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. തീർച്ചയായിട്ടും സഫയും മർവയും അല്ലാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ടവയാണ്. അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അടയാളങ്ങളിൽപ്പെട്ടതാണ് സഫയും മർവയും. അതുകൊണ്ട് തന്നെ ആ ഭവനത്തിൽ മസ്ജിദുൽ ഹറമിലെത്തുന്ന ആളുകൾ ഹജ്ജോ ഉംറയോ നിർവഹിക്കുവാൻ അവിടങ്ങളിൽ എത്തുന്ന ആളുകൾക്ക് പ്രയാണം നടത്തുന്നത് ഈ സഫയുടെയും മർവയുടെയും ഇടയിലൂടെയുള്ള സഅി എന്ന് പറയുന്ന ആ പ്രദക്ഷിണം നടത്തുന്നത് പടച്ച തമ്പുരാന്റെ പക്കൽ പുണ്യകരമായി സ്വീകരിക്കപ്പെടുന്ന ഇബാദത്താണ് എന്ന് ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആയത്തിന് ഒരു അവതരണ പശ്ചാത്തലം പറയുന്നുണ്ട്. 2-3 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും ഇപ്പോൾ നമ്മൾ കാണുന്ന മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് സംസം കിണറിന്റെ ആ ഒരു സ്ഥലത്ത് അവരെ എത്തിച്ചതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോവുകയാണ്. അവിടെ കൊടുന്ന് അവരെ എത്തിക്കുന്ന സന്ദർഭത്തിൽ സാധാരണഗതിയിൽ മനുഷ്യർ സഞ്ചരിക്കുന്ന സ്ഥലമല്ല, ആളുകൾ എത്തപ്പെടുന്ന സ്ഥലവും അല്ല. എന്നാൽ അതിൻ്റെയൊക്കെ അല്പം ദൂര വഴികളിലൂടെ ആളുകളുടെ സഞ്ചാരങ്ങൾ ഉണ്ടായിരിക്കാം. ഈ പ്രദേശത്ത് അങ്ങനെ ഒരു ജനങ്ങൾ എത്തുന്ന ഒരു സ്ഥലമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു സ്ഥലമേ ആയിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തിരിച്ചു പോവൽ കണ്ടപ്പോ ഹജറ ബീവി ചോദിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, അല്ല, നിങ്ങൾ തിരിച്ചു പോകുന്നത് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണോ? അവർക്ക് വേഗം മനസ്സിലാവുമല്ലോ, കൂടെ ഉണ്ടായിരുന്ന ആൾ അവിടെ കൊടുന്നു. തിരിച്ചുള്ള പോക്ക് മകൻ ഇസ്മായിലിനെ വേണ്ടത്ര ചുംബിച്ചിട്ടില്ല, താലോലിച്ചിട്ടില്ല. ഹജറ ബീവിയുടെ അടുത്ത് ഏൽപ്പിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു മാറ്റം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക സഹധർമ്മിണികൾക്കാണ്. നമ്മുടെയൊക്കെ മുഖത്തിന്റെ ഭാവത്തിൽ നിന്ന് ചോദിക്കും നമ്മുടെ സഹധർമ്മിണിമാർ, എന്താണ് ഇന്ന് എന്ന്. അത് സന്തോഷമുള്ള ഭാവമാണെങ്കിലും സന്താപമുള്ളതാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ അറിയുക കൂടെയുള്ള
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ തിരിച്ചുപോക്ക് കണ്ടപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ പോക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെ, അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. പിന്നെ അവിടെ ഹാജറ ബീവിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല, പറയാനില്ല. അല്ലാഹുവിന്റെ നിർദ്ദേശമാണെങ്കിൽ അതിന്റെ ബാക്കിയുള്ള വരും വരായികൾ മുഴുവനും തവക്കൽ അല്ലാഹുവിലാണ്, പടച്ചതമ്പുരാനിലേക്കാണ് പിന്നുള്ള മുഴുവൻ പ്രതീക്ഷയും. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ടതില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കുട്ടി കരയാണ്. ആ കരയുന്ന കുട്ടിക്ക് ഒരൽപ്പം വെള്ളം കിട്ടുമോ എന്ന അന്വേഷണത്തിൽ ആ സഫാ കുന്നിന്റെ അവിടെ നിന്ന് മർവാ കുന്നിന്റെ മുകളിലേക്ക് ഹജറ ബീവി ഓടി നടക്കുകയാണ്. ഒരൽപ്പം ധൃതിയിൽ, സഈ എന്ന് പറഞ്ഞാൽ തന്നെ ഒരൽപ്പം വേഗതയോടുകൂടി നടക്കുക എന്നതാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. ഒരൽപ്പം ധൃതിപ്പെട്ട് നടക്കുക, അതാണ് സഈ എന്ന് പറയുന്നതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം തന്നെ വരുന്നത്. അങ്ങനെ വരാനാ പ്രയോഗം വരാനുള്ള ഒരു കാരണം ഹാജറ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു ധൃതിപ്പെട്ടുള്ള കുട്ടിയെവിടെ താഴെയാക്കി തൊട്ടടുത്ത് കാണുന്ന ആ മർവ കുന്നിലേക്കൊന്ന് ഉയർന്ന് കയറി നിന്ന് നോക്കുകയാണ്. എന്തിനാ നോക്കുന്നത്? ആ കുന്നിൽ നിന്ന് നോക്കിയാൽ ആ പരിസരങ്ങളിലൂടെ വല്ല യാത്രാ സംഘവും പോകുന്നുണ്ടോ എന്ന് കാണാം. ഉണ്ടെങ്കിൽ അവരിടത്തു നിന്ന് എന്തെങ്കിലും വെള്ളമോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ ചോദിച്ചാൽ എന്ന നിലയിൽ ആ കുട്ടിയോർത്ത് വീണ്ടും അതാ സഫയിലേക്ക് ഇറങ്ങി വരികയാണ്. ഇവിടെ നിന്ന് വീണ്ടും മർവയിലേക്ക് പോവുകയാണ്. അങ്ങനെ 7 തവണ അവരെ ആ ധൃതിയുള്ള നടത്തം നടത്തിയെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ ആ സംഭവം വളരെ കൃത്യമായി സ്വഹീഹായി കൊണ്ട് ഇമാം ബുഖാരി റഹ്മഹുള്ളാഹി പോലെയുള്ള പ്രഗത്ഭരായ മുഹദ്ദിസുകൾ ഈ കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, ഈ ആയതിനെ സഫയുടെയും മർവയുടെയും ഇടയിൽ പിൽക്കാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെയൊക്കെ വഫാത്തിനു ശേഷം കുറെ കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്ത ആ മില്ലത്തിൽ നിന്ന് ആളുകൾ വഴിമാറിപ്പോവാൻ തുടങ്ങി. അവരും ആ സഫയുടെയും മർവയുടെയും ഇടയിൽ 2 ജാറങ്ങൾ അവരുണ്ടാക്കി. 2 ജാറങ്ങൾ, 2 പ്രതിഷ്ഠകൾ പിൻകാലഘട്ടങ്ങളിൽ സഫയുടെയും മർവയുടെയും ഇടയിൽ അവർ ഉണ്ടാക്കി. ആ ജനതയുണ്ടാക്കി ശിർക്കിലേക്കുള്ള യാത്ര അവരാരംഭിച്ചു. ആ സഫാ കുന്നിന്റെ അടുത്തുള്ള ജാറത്തിന്റെ പേര് ഇസാഫ് എന്നായിരുന്നു. മർവയിലെ ജാറത്തിന്റെ പേര് നാഹില എന്നായിരുന്നു. ഈ 2 പ്രതിഷ്ഠകൾ, ജാറങ്ങൾ മുശ്രിക്കുകൾ അവിടെ ഉണ്ടാക്കി. പിന്നെ അതിനോടായി പ്രാർത്ഥന, ആരാധന. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ വളരെ കൃത്യമായി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടുള്ള ഒരു നിർദ്ദേശം പറയുന്നത്, ആ മസ്ജിദുൽ ഹറം അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള സ്ഥാനം അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനു കാണിച്ചു കൊടുത്തുകൊണ്ട് ഇബ്രാഹിം നബിയോടുള്ള താക്കീത്, ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള ആരാധ്യന്മാരുടെയും ഒരു ചിഹ്നങ്ങളോ രൂപങ്ങളോ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കപ്പെടുവാനുള്ള സ്ഥലമാണ്, അത് മാത്രമാണ്. അതുകൊണ്ട് അത് പ്രത്യേകം അല്ലാഹു എടുത്തു പറയാണ്, വഇദ് ബവ്വഅനാ ഇബ്രാഹീമ മകാനൽ ബൈത്തി അല്ലാ തുശ്രിക ബി ശൈഅ. ഒന്നിനെ തന്നെയും നീ പങ്കാളികളാക്കുന്ന ഒന്നിന്റെയും പങ്കാളികളാക്കരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് നിർദ്ദേശിച്ചു. ആ സ്ഥലം ഇബ്രാഹിമിന്റെ കഅബ മന്ദിരത്തിന്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്ത സന്ദർഭം ഒന്നിനെയും പങ്കാളിയാക്കരുതെന്ന് നിർദ്ദേശിച്ചു. അല്ലാ തുശ്രിക ബി ശൈഅ. അല്ലാഹു പങ്കാളികൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം അത് ആവരുതെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് താക്കീതാണ്. പിന്നെ എങ്ങനെയാ മുഹമ്മദ് റസൂലുള്ളാഹി വരുന്ന കാലമായപ്പോഴേക്ക് സഫയിലും മർവയിലും ഇസാഫും അതുപോലെ തന്നെ നാഹിലയും ജാറങ്ങളും പ്രതിഷ്ഠകളും രൂപങ്ങൾ എങ്ങനെ വന്നു? ഇന്നെങ്ങനെ കേരളത്തില് ആയിരക്കണക്കിന് ജാറങ്ങൾ, പ്രതിഷ്ഠകൾ, കല്ലുകൾ, വള്ളികൾ, മരങ്ങൾ മുസ്ലിം ഉമ്മത്ത് ആരാധിക്കാൻ തുടങ്ങി? ആലോചിച്ച് നോക്കാൻ. വളരെ എളുപ്പ കാര്യങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ. എങ്ങനെയാ മക്കയിലുണ്ടായിരുന്ന ആളുകൾ മുശ്രിക്കുകളായത്? ഇന്ന് കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ശിർക്കിൽ എങ്ങനെ
നാട്ടുകല്ല് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പെരിന്തൽമണ്ണക്കപ്പുറം മണ്ണാർക്കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ നാട്ടുകല്ല്. ആ കല്ലിനെ പ്രത്യേകമായിട്ട് നല്ല ഒരു മുറിയൊക്കെ എടുത്ത് വളരെ ശക്തമായി ഭദ്രമായി വിളക്ക് കത്തിച്ച് ചന്ദനത്തിരികൾ കത്തിച്ച് ആ കല്ലിനെ ആരാധിക്കുന്ന ഒരു സമൂഹം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പമുണ്ട്. വള്ളിയെ ആരാധിക്കുന്നുണ്ട്, മരത്തിന്റെ വള്ളി. അതിന് തൊട്ടപ്പുറം തന്നെയാണ് വലിയൊരു മരത്തിന്റെ വള്ളിയിൽ പച്ച തുണി കെട്ടിയാൽ പിന്നെ അത് ഇസ്ലാമായി. അതാണ് ഇസ്ലാമിന്റെ ചിഹ്നം. പച്ച തുണിയോട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇസ്ലാമായി. എന്നിട്ടോ അവിടെ നിൽക്കുകയാണ് പുരോഹിതന്മാർ, പൂജാരികൾ. എന്നിട്ട് വരുന്ന ആളുകൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുക ഈ മരത്തിന്റെ വള്ളിയെ അതിന്റെ ഇടയാളനാക്കിക്കൊണ്ട്. എന്താ പ്രധാന ആവശ്യം എന്ന് പറയാം? അവിടെ വരുന്ന ആളുകളുടെ പ്രധാന മുറാദ്, അവിടുത്തെ വർഗത്തിന്റെ പ്രത്യേകത, മക്കളില്ലാത്ത ആളുകൾക്ക് മക്കളുണ്ടാവും. ആ വള്ളിയോട് പ്രാർത്ഥിച്ചാൽ പോകുന്ന ആളുകൾ ഒരു തൊട്ടിൽ അവിടേക്ക് ദാനമായിട്ട് നേർച്ചയായിട്ട് കൊടുക്കണം. എവിടെയാ പറയുന്നത്? ഈ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് എങ്ങനെയാ ഇസ്സത്ത് നഷ്ടപ്പെടുന്നത്? മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ബലിപെരുന്നാൾ, ഈദുൽ അദ്ഹ. അതിന് ഒരു ദിവസം പോലും അവധി നൽകാൻ ഇവിടെ ഭരിക്കുന്ന ഭരണകൂടത്തിന് അറപ്പും വെറുപ്പുമുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്തിനോടുള്ള അവരുടെ കാഴ്ചപ്പാടും അവരുടെ ചിന്തയും എത്രമേൽ മുസ്ലിം ഉമ്മത്തിന് നഷ്ടമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു കഴിഞ്ഞ ദിവസം. വെള്ളിയാഴ്ച ദിവസം ഇന്ന് ഈ ബലിപെരുന്നാളിന്റെ പേരിൽ പൊതു അവധി പ്രഖ്യാപിച്ചത് പെട്ടെന്നത് പിൻവലിച്ചു. ആരാ മക്കളെ ഇത് അനുവദിക്കുന്നതും പിൻവലിക്കുന്നതും ഒക്കെ? എവിടെങ്കിലും ഒരു മഴക്കാലൊന്ന് കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്ന അത്രയും ആ സർക്കാർ ഒരു വലിയൊരു ഉമ്മത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം, ഒരു പെരുന്നാൾ ദിവസം ഒരു ദിവസത്തെ ലീവ് പോലും കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അതിനെ പിൻവലിക്കുന്നവർ. എന്താ കാരണം എന്നറിയോ? മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് അത്രമേൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികരിക്കാൻ കഴിയാത്ത അത്രമാത്രം ചണ്ടികളും ചവറുകളുമായി മാറി. എന്താ കാരണം? അല്ലാഹുവിനെ ആരാധ്യനായി കാണേണ്ടവർക്ക് കല്ലിനെയും മരങ്ങളെയും മരവള്ളികളെയും കത്തി നിൽക്കുന്ന കടവിളക്കുകളെയും ആരാധിക്കപ്പെടുന്ന ഒരു സമൂഹമായി മുസ്ലിം ഉമ്മത്ത് അധപ്പതിച്ചു. അവിടെയാ ആ സഫയിലും മറവയിലും ഈ പറയപ്പെടുന്ന ജാറങ്ങൾ, ഇസാഫും അതുപോലെ തന്നെ നാട്ടിലെയും ഒക്കെ വന്നത്. അപ്പൊ അങ്ങനെ രണ്ട് വിഗ്രഹങ്ങൾ സ്ഥാപിതമായിരുന്ന സ്ഥലമാണല്ലോ. അതിലൂടെയുള്ള സഅയ് അത് ശരിയാവുമോ എന്ന് ചില ആളുകൾക്ക് ഒരു സംശയം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് പറയുന്നത്, അവിടെയുള്ള പ്രതീക്ഷണം അല്ലാഹുവിന്റെ പക്കൽ പുണ്യകരമായി അല്ലാഹു തീരുമാനിച്ചതാ, അതുകൊണ്ട് അതിൽ സംശയിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹോടുകൂടി ആ പരിസരങ്ങളിലെ മുഴുവൻ ജാറങ്ങളും തകർത്തു. ഈ ജാറങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രമാണ് ജാറം എന്ന് വിചാരിക്കരുത് കേട്ടോ. അത് ജാറത്തിന്റെ ഒരു രൂപമാണ്, അല്ലെങ്കിൽ പ്രതിഷ്ഠകളുടെ ഒരു രൂപമാണ് ജാറം എന്ന് പറയുന്നത്. വിഗ്രഹങ്ങളുടെ രൂപമാണ് ജാറം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ഇത് മുഴുവനും അസ്നാമുകളാണ്, എല്ലാ വിഗ്രഹങ്ങളാണ്. ഇസ്ലാമിൽ ഒരു പുണ്യവുമില്ല, ഒരു ജാറും ഇസ്ലാമിലില്ല, ഒരു ദർഗയും ഇസ്ലാമിലില്ല. ഉണ്ടാക്കുന്നത് വിഗ്രഹാരാധകർ ഉണ്ടാക്കിയതിന്റെ ഒരു സുന്നത്ത. അതിന് സുന്നത്ത് അന്വേഷിക്കുകയാണെങ്കിൽ മുശ്രിക്കുകളിലേക്ക് എളുപ്പത്തും. അവരുടെ സുന്നത്ത വിഗ്രഹം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, പറയുന്നത് ഈ ആയത്തുകൾ വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. ഇതിന്റെ തൊട്ടു ശേഷം വരുന്ന ആയത്തുകൾ അത് വളരെയധികം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഫയിലും മർവയിലും പ്രദക്ഷിണം വെക്കുന്ന ആ 7 തവണയുള്ളവരെ പന്തുതിയോടുകൂടി നടക്കുന്ന നടക്കത്തെ അല്ലാഹു ഹജ്ജിന്റെയും ഉംറയുടെയും പൂർത്തീകരണത്തിന്റെ ഒരു ഭാഗമായി നിശ്ചയിച്ചു. അത് അങ്ങനെ തന്നെ ചെയ്യണം, എന്നാലേ അവന്റെ ഹജ്ജും ഉംറയും പൂർത്തിയാവുകയുള്ളൂ. എന്നാൽ ഹജ്ജും ഉംറയും കഴിഞ്ഞതിന് ശേഷം പിന്നെ മസ്ജിദുൽ ഹറമിൽ നിൽക്കുന്ന ആളുകൾക്ക് തവാഫ് പിന്നെയും വേണമെങ്കിൽ ചെയ്യാം, സുന്നത്തായിക്കൊണ്ട്. തവാഫ് എന്ന് പറഞ്ഞാൽ ഒരു തവാഫ് എന്ന് പറയുന്നത് 7 തവണ ആ കഅബയെ പ്രദക്ഷിണം ചെയ്യുന്നതാണ് ഒരു തവാഫ് എന്ന് പറയുന്നത്.
അതവിടേക്ക് ഹറമിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ സമയമല്ലെന്ന് കണ്ടാൽ നേരെ മത്താഫിലേക്ക് ഇറങ്ങി അവർക്ക് തവാഫ് ആരംഭിക്കാം. എന്നാൽ ആ ആളുകൾക്കൊന്നും പിന്നെ സഅയിലേക്ക് പോയി അവിടെ അത് ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. അങ്ങനെ ഒന്നില്ല. അത് ഹജ്ജിനും ഉംറക്കും മാത്രമായി പ്രത്യേകമായിട്ടുള്ള ഒരു കർമ്മമാണ്. അത് അങ്ങനെ തന്നെ നിർവഹിക്കുകയും വേണം. അതിനുശേഷം തൊട്ടടുത്ത ആയത്ത് വരുന്നത് ഒരല്പം മനുഷ്യന്റെ ഹൃദയത്തെ ഭയപ്പെടുത്തുന്നതാണ്, ആലോചിക്കാൻ മാത്രമുള്ളതാണ്. ഇതാണ് കഴിഞ്ഞ ഖുതുബകളിലൊക്കെയും ആവർത്തിച്ച് ഞാൻ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആയത്തുകൾക്ക് വല്ലാത്ത അത്ഭുതമുണ്ട്. ചില ആയത്തുകളുടെ അവസാനിക്കൽ മഹാത്ഭുതമാണ്. ചില ആയത്തുകൾക്ക് ശേഷം വരുന്ന ആയത്തുകൾ അതിനേക്കാൾ വലിയ അത്ഭുതമായിരിക്കും നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ ആയത്തിന് സൂറ ബഖറയിലെ തൊട്ടടുത്ത 158 കഴിഞ്ഞ് 159 ആയത്തിൽ അല്ലാഹു പറയാ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുല്ലാഹു വയൽഅനുഹുൽ ലാഇനൂൻ. വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലാണ് ആ ആയത്ത്. അല്ലാഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ പരിശുദ്ധ ഖുർആനും മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ നിർദ്ദേശമടങ്ങുന്ന അവിടുത്തെ ആ തിരുസുന്നത്തും അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. ആ ഇസ്ലാം അത് വ്യക്തമായ തെളിവുകളും മാർഗനിർദ്ദേശങ്ങളും ലഭിച്ചു കഴിഞ്ഞിട്ട് അതിനെ മറച്ചു വെക്കുന്നവർ ആരോ അത് മുഴുവൻ മനുഷ്യർക്കുമായി നാം വേദഗ്രന്ഥത്തിൽ വിശദീകരിച്ച ശേഷം ഈ പരിശുദ്ധ ഖുർആനിൽ മനുഷ്യർക്കുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും ഈ ഖുർആനിലുണ്ട്. എന്നാൽ ഈ ഖുർആനിനെ നിങ്ങൾ പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇതിനെ മറച്ചു വെക്കുന്നവരെ പഠിപ്പിച്ചു കൊടുക്കില്ല. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കില്ല. നമ്മൾ കുത്തുബിയത്ത് ചൊല്ലിക്കോളി, മങ്കൂസ് ഓതിക്കോളി, നബീസത്തുമാരെ ചൊല്ലിക്കോളി, ഇങ്ങനെ പറഞ്ഞിട്ട് ഖുർആൻ കൊണ്ട് മാറ്റി വേറെ വഴിക്കാണ്ട് വിട്ട് ആ ആളുകളെ കുറിച്ച് അല്ലാഹു പറയണത് എന്താണെന്നറിയോ? അങ്ങനെ ഈ കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ശാപം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം പിന്നെ നോക്കേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ നീതി നിയമങ്ങൾ നിർദ്ദേശങ്ങൾ വരുന്ന ഈ കാര്യങ്ങളെ മറച്ചു വെക്കുന്നവർക്ക് അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നു. ഈ ശാപം വിശുദ്ധ ഖുർആനിലെ മറ്റൊരു അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് അല്ലാഹു പറയുന്നുണ്ട്. وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. ഞങ്ങൾ നശിച്ചു പോകാൻ കാരണം ഞങ്ങളുടെ സാദാത്യങ്ങളാണ്, ഞങ്ങളുടെ കബീറന്മാരാണ്, ഞങ്ങളുടെ ഉലമാക്കളാണ്. സാദാത്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ നിർദ്ദേശിച്ചവരാ, ഞങ്ങളെ വഴി തെറ്റിച്ചത്. അതുകൊണ്ട് അല്ലാഹുവേ അവർക്ക് നീ നൽകണം എന്ത്? ഇരട്ടി ശിക്ഷ, നിന്റെ ശാപം അവരുടെ മേലുണ്ടാവണം. അവർ ശപിക്കുന്നവർ മുഴുവനും അവരെ ശപിച്ചുകൊണ്ടിരിക്കും. സത്യം മനസ്സിലായി അത് മറച്ചു വെക്കുന്നവരെ, എന്തെങ്കിലുമൊക്കെ ചില്ലറ സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി സത്യം മറച്ചു വെക്കുന്നവരെ നമ്മളെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നില്ലേ? ഹക്കാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ആ ഹക്കിലെ തകിടം മറിച്ചവർ നമ്മളോടൊപ്പം ഇങ്ങനെ നടക്കുക അല്ലെ? ഹക്ക് സത്യം ബോധ്യപ്പെട്ടിട്ട് അത് മറച്ച് തിരിച്ച് അവർക്ക് അള്ളാഹുവിന്റെ കൂലിയ കിട്ടുക അല്ല, അള്ളാഹുവിന്റെ ലഅനത്ത് അവരിൽ ഉണ്ടായിരിക്കും. ഗംഭീരമാണ് കേട്ടോ, ഗൗരവമുള്ളതാണ്. നല്ല ആലോചിച്ചോ, കുറച്ചൊന്നും ആലോചിച്ചാൽ പോരാ, നല്ലോ ആലോചിക്കാം. ഹക്ക് കഴിഞ്ഞ ദിവസം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. പലപ്പോഴും ഞാൻ ചില ആളുകളുടെ പേര് ഖുതുബയിൽ പറയാറില്ല. ഒരു പണ്ഡിതൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു പറയാം, പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് വെളിവാക്കൽ നിർബന്ധമായിട്ട് വരും. അപ്പൊ വെളിവാക്കിയേ പറ്റൂ.
പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അറിയപ്പെടുന്ന കിതാബിയാണ്, പണ്ഡിതനാണ്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ വന്ന് അദ്ദേഹത്തെ കേൾക്കുന്ന ആളുകളോട് പറഞ്ഞു, കൂട്ടരെ, ഈ യൗമുൽ അറഫ അത് വ്യാഴാഴ്ചയാണ് നടക്കുന്നത്. ആ വ്യാഴാഴ്ച പൊതുവെ സുന്നത്ത് നോമ്പ്, നമുക്ക് നോമ്പ് സുന്നത്താ. എന്നാൽ ഈ വ്യാഴാഴ്ച നിങ്ങൾ നിർബന്ധമായിട്ട് നോമ്പെടുക്കണം. ആ ഒരു പ്രയോഗം എനിക്ക് അത്ര മനസ്സിലായില്ല. നിർബന്ധമായിട്ട് എടുക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എടുക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അങ്ങനെ ആക്കാനോ, അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാനോ. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, ഒരു നല്ല കാര്യം ഓർമ്മപ്പെടുത്തുമ്പോൾ അതിൽ വന്നൊരു അബദ്ധത്തെ അബദ്ധമായി പറയേണ്ടതില്ല. നിങ്ങൾ തീർച്ചയായിട്ടും വ്യാഴാഴ്ച ദിവസം യൗമുൽ അറഫ കൂടിയാണ്, അന്നത്തെ സുന്നത്ത് നോമ്പ് നിങ്ങൾ എടുക്കണമെന്ന് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് പോലും ആ ഒരു ബോധ്യം വന്ന് അത് അദ്ദേഹത്തെ കേൾക്കുന്ന ജനങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പടച്ചോനെ കൂടിയൊക്കെ മുമ്പിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്ര പോലും ബോധ്യം വരാത്ത ആളുകൾ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞ്, ആളുകൾക്ക് ഇസ്ലാം ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ് ആ സത്യത്തെ മൂടിവെച്ച് അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ച ആളുകൾ അല്ലാഹുവിനെ ഭയപ്പെടണം. പടച്ച തമ്പുരാന്റെ മുമ്പിൽ തൗബ ചെയ്ത് പടച്ചവനെ തെറ്റു പറ്റിയതാണ്, അടുത്ത വർഷമെങ്കിലും സത്യത്തോടൊപ്പം നിൽക്കാൻ നീ തൗഫീഖ് നൽകണേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും വേണം, തീരുമാനം മാറ്റുകയും വേണം. ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അങ്ങനത്തെ ആളുകൾക്ക് സകലമായ ലഅനത്തുകളും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാറുൻ അലൈഹിം ലഅനത്തുല്ലാഹി അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. സത്യത്തെ തള്ളിക്കളയുകയും സത്യനിഷേധികളായി തന്നെ മരണമടയുകയും ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെയും മലക്കുകളുടെയും മുഴുവൻ മനുഷ്യരുടെയും ശാപമുണ്ട്. ചില്ലറ ഗൗരവമില്ലാത്ത ഒരു സംഗതിയല്ല, സഗൗരവമാണ്. നമ്മുടെ ഈമാനിന്റെയും സ്വർഗത്തിന്റെയും പ്രശ്നമാണ്. നരകത്തിലേക്ക് എത്തുവാനുള്ള വഴി മുമ്പിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോ അതിലേക്ക് ചാടിക്കയറല്ല വേണ്ടത്, രക്ഷപ്പെടുക വേണ്ടത്. അല്ലാഹു ആ തരത്തിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുൽ അദാബ് വലാ ഹും യൻവറൂൻ. അവരത് എക്കാലവും അനുഭവിക്കും. സത്യം മനസ്സിലാക്കി അറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ട് അതും മറിച്ച് എന്തെങ്കിലും മറ്റു താല്പര്യത്തിന്റെ പേരിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഈ കപടവാദികളായിട്ടുള്ള ആളുകൾ അവരത് തീർച്ചയായിട്ടും എന്നെന്നും അവരത് അനുഭവിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ ശിക്ഷയിലൊട്ടും ഇളവുണ്ടായിരിക്കുകയില്ല. അവർക്ക് അല്ലാഹു അവസരം നീട്ടിക്കൊടുക്കുകയും ഇല്ല. ആയതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ എമ്പാടും സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നുണ്ടായിട്ട് നല്ല ബുദ്ധിയും അതിന് വേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങളും അല്ലാഹു നൽകിയിട്ട് സത്യത്തെ മാറ്റി ഏതെങ്കിലുമൊക്കെ താല്പര്യങ്ങൾക്കൊപ്പം വീണ്ടും മറ്റൊരു കാര്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ ആലോചനക്കുള്ള സമയമാണ് എന്നുകൂടി വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തൗഫീഖ് നൽകിയിരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയുടെയും മദ്രസന്റെയും ഒക്കെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിന്റെ വേണ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തി. അൽഹംദുലില്ലാഹ് ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ പരിപൂർണമായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്.
അതിലേക്ക് സഹായിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ മനുഷ്യരെയും അല്ലാഹുവിന്റെ കോടതിയിൽ അതൊരു സ്വാലിഹായ കർമ്മമായി സന്തോഷത്തോടുകൂടി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ വരുന്ന പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം അവിടെ ഒരു ഈദ് ഹദിയ എന്ന പേരിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് മതബോധ്യത്തോടു കൂടി ഭൗതിക വിദ്യാഭ്യാസവും കൂടി നടത്തുന്ന ഒരു സ്ഥാപനം വളരെ അത്യാവശ്യവും അതിന്റെ സാഹചര്യം ആവശ്യപ്പെടുന്നത് നമുക്കറിയാം. സുരക്ഷിതമായി നമ്മുടെ മക്കൾക്ക് പഠനം നടത്തുവാനുള്ള ഒരു സ്ഥാപനം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ സ്ഥാപനവും ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളൊക്കെയും സഹായിക്കുക തന്നെയാണ് പതിവുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന പെരുന്നാൾ നമസ്കാര ശേഷം അവിടെ നമ്മുടെ സഹോദരങ്ങൾ ഈദ് ഹദിയ സ്വീകരിക്കുവാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. വലിയൊരു ഉദ്ദേശമാണ് ഉള്ളത്. പെരുന്നാൾ ദിവസത്തിൽ സന്തോഷത്തോടു കൂടി നമ്മളൊക്കെയും അതിൽ ആളുകളാവണം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ജാരിയായ സ്വതക്കകൾ സ്വീകരിച്ച് അത് നമ്മുടെ ഇഹത്തിലും പരത്തിലും അല്ലാഹു നമുക്ക് ഒരു ഹൈറായ മാർഗത്തിൽ സ്വീകരിക്കപ്പെടുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗികളായ ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹുവേ, അവരുടെ രോഗശമനത്തിന് നടന്ന ചികിത്സകൾ പരിപൂർണമായ അവർക്ക് രോഗം ശമനമാകുന്നതിന് അല്ലാഹുവേ നീ അവരെ സഹായിക്കുമാറാവണമേ. ഒരുപാട് സഹോദരങ്ങൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്. വിശ്വാസികളായിക്കൊണ്ട് ബർസഖിയായ ലോകത്ത് കഴിയുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ അല്ലാഹുവേ അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി സന്തോഷമുള്ളതാക്കി കൊടുക്കുമാറാവണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.